നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ ഇപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പ സമയത്തിനുള്ളിൽ തന്നെ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ ആർലേക്കറെ ഇപ്പോൾ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രി എം പി രാജേഷും ചേർന്ന് സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണറിന് ശേഷമായിരുന്നു സ്വീകരണം. അദ്ദേഹം ഇപ്പോൾ നിയമസഭാ ഹാളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ആദ്യം ദേശീയ ഗാനമായിരിക്കും, അതിനുശേഷം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഈ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ബജറ്റും നയപ്രഖ്യാപന പ്രസംഗവും നിയമസഭാ സമ്മേളനവുമാണ് നടക്കാനിരിക്കുന്നത്. എന്താകും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുന്നുണ്ട്. കേന്ദ്രത്തിനെതിരായ വിമർശനമുണ്ട്. അപ്പോൾ അതെല്ലാം ഗവർണർ വായിക്കുമോ അതോ അതൊഴിവാക്കി ഉള്ള ഭാഗങ്ങൾ മാത്രമാണോ വായിക്കുക? എന്തൊക്കെ വിമർശനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും എന്നതൊക്കെ വിവരങ്ങൾ നൽകാൻ. സേഫ്, ഗവർണർ സഭയിൽ എത്തിയിരിക്കുന്നു. ഇനി നയപ്രഖ്യാപന പ്രസംഗത്തിനായി കാതോർക്കുകയല്ലേ? അതെ, അല്പസമയത്തിനകം തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ നയപ്രഖ്യാപന പ്രസംഗം, ബജറ്റ് സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കൃത്യം 9 മണിയോടുകൂടി നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് കാലതാമസം ഉണ്ടാകില്ല. ഇനി 1 മിനിറ്റിനുള്ളിൽ തന്നെ ഗവർണർ സഭയ്ക്കുള്ളിലേക്ക് എത്തിച്ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറും പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷും ചേർന്നാണ് ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം അവർ 3 പേരും ചേർന്ന് ഗവർണറെ സഭയ്ക്കുള്ളിലേക്ക് ആനയിക്കുകയാണ്. സഭയ്ക്കുള്ളിൽ എത്തിച്ചേർന്നാൽ ഉടനെ തന്നെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങും. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന്റെ അടുത്ത 1 വർഷം ഞങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ജനകീയമായ പ്രഖ്യാപനങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഉന്നേളനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ചെറിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. സ്ത്രീ വോട്ടർമാരെ, യുവാക്കളെയും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എപ്പോഴും പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് നയപ്രഖ്യാപന പ്രസംഗങ്ങൾ തയ്യാറാക്കാറ്. പ്രകടന പത്രികയിൽ സ്പീക്കർ എത്തിച്ചേരുകയാണ്. ഗവർണർ സഭയ്ക്കുള്ളിലേക്ക് എത്തിച്ചേരുന്നു. ഗവർണർ എത്തിച്ചേർന്നാൽ ഉടനെ തന്നെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, സ്പീക്കർ എ എൻ ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് ഗവർണറെ